ഹലോ യൂട്യൂബ് പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. ഒരാൾ അങ്ങനെ ഇരിക്കുന്നത് ഉറക്കപ്പിച്ച് നെറ്റിരിക്കുക കേട്ടോ. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും മാള വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. കാരണം നമുക്കിനി നമ്മുടെ ഫാമിലിയിലെ എൻഗേജ്മെന്റ് ഡേക്ക് അധികം ദിവസങ്ങളില്ല. ഓരോ ദിവസം ഞങ്ങൾക്ക് ഓരോ പ്ലാനിങ്. നമ്മൾ പെമ്പിള്ളേരാകുമ്പോൾ നമ്മള് ഇച്ചിരി കൂടെ മെനക്ക് പോകണം നല്ല ആഗ്രഹിക്കുക. അപ്പൊ ഞങ്ങള് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് അയ്യോ മാലയും വളയും ഒക്കെ ഗോൾഡ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ അത് ഇടില്ലല്ലേ ചേച്ചി പിന്നെ ലോക്കറി സൂക്ഷിക്കുന്നതാണ്. ഞാൻ ചിന്തിക്കൂട്ടോ ത്രൂ സ്വർണ്ണം ഉണ്ടായിട്ട് ഇട്ടോണ്ട് നടക്കാത്ത ഒരാള് 10-40 വില ഉണ്ട് കൈ ലോക്കറിന്ന് എടുക്കുക ചടങ്ങാ. ഞങ്ങൾ സിമ്പിൾ ആൾക്കാരാ. പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വൈബുള്ള സ്ഥലമാണെങ്കിലേ ഞങ്ങളുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങളെ മാറ്റി എടുക്കാം. അപ്പൊ വൈബ് അടിക്കുമ്പോൾ ഭയങ്കര വലിയ സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് പോയാലും നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ശരി കൂടുതലാ ആരും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരിയൊക്കെ തയ്ക്കാണ്ട് കൊടുത്ത് എല്ലാം സെറ്റ് ആക്കി കേട്ടോ. എല്ലാരും ഹമ്പിൾ ആയിട്ടാണ് പോകുന്നത്. പിള്ളേർക്കുള്ള ഡ്രസ്സ് എടുക്കണം, കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ അതിനുവേണ്ടി രാവിലെ ഇറങ്ങണം. കാര്യം ഇനി നമുക്ക് സമയമില്ല. നാളെ നമ്മൾ പിന്നെ ബ്യൂട്ടി പാർലറിലൊക്കെ ആയിരിക്കും. പൊങ്ങച്ചാലോട്ടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ പാർലറിലൊക്കെ പോയി തിരക്കായിരിക്കും. അപ്പൊ ഇന്ന് ഞങ്ങൾ പോവാം എന്ന് വിചാരിച്ചു. വന്നിട്ട് വേണം ചേച്ചി അമ്മയോട് ഞങ്ങൾ വരുന്ന വെച്ചപ്പോ അമ്മ എന്തിന് ഇതൊക്കെ ഇത് നാച്ചുറൽ നല്ല ഭംഗിയായാനെ ഒന്നും ചെയ്യില്ല. ഒരു സാധനങ്ങളോടില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്ത് പാടത്ത് പഠിക്കൊന്നും ഞാൻ എന്തിനാ മക്കളെ ക്ലീനപ്പ് ചെയ്യുന്നത്. അപ്പൊ ഗായ്സ് ഇനി യാത്രയില്ല. നമ്മൾ നേരെ മാളിൽ കുറെ കടകൾ നമുക്ക് കയറേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നേരെ നമുക്ക് പോയി പർച്ചേസ് ചെയ്യാം. പർച്ചേസിംഗ് നിങ്ങളെ കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. നമ്മള് പറയുന്നതിന് എന്ത് വിപരീതം അമ്മ ഇവിടെ പൊളിച്ചെടുക്കുന്നതായിരിക്കും, തുടങ്ങുന്നതായിരിക്കും. സുധാമണി കഥകളി. അതെ 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 അതെ. അപ്പൊ അതെ വേറെ ഉണ്ട് കഥകള്, ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. അയ്യോ ശോകത്തിന്റെ ആണ്. വിച്ച് ഏറ്റവും ടോപ്പായിട്ട് പോകാവുള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വിഷമത്തിലല്ലേ, വിഷമത്തില് ഗൈസ്. ഞാൻ എൻ്റെ ഹെൽമെറ്റ് ഒക്കെ എടുത്തിട്ട് വരാം. എൻഗേജ്മെന്റ് ഒക്കെ ആയല്ലേ, അപ്പോൾ ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നാണ് കേട്ടോ സലൂണിലോട്ട്. 3 പേരെയും കൂടെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം, അതുകൊണ്ടാട്ടോ 3 എണ്ണത്തിനെ കൊണ്ടുവന്നത്. കൊടുത്ത് ചേച്ചി ഉണ്ട് കേട്ടോ. ചേച്ചിക്ക് ഇത് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ആള് പോകുന്നതിന് മുമ്പായിട്ട് ഒരാളെങ്കിലും മുടി വെട്ടിച്ച് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ കേട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. കാര്യം അതിനുള്ള സമയമില്ല ഗൈസ്. 3 എണ്ണം എൻ്റെ തലക്കിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ചേച്ചിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് പാറക്കുട്ടിയുടെ വെട്ടിച്ചിട്ട് ചേച്ചിയോടെ വിടണം കേട്ടോ. കയറട്ടെ. വന്ന പോണക്ക് തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി പോട്ടോ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമ്മളിങ്ങനെയാണ് സത്യം. അതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോകാം എന്ന് വിചാരിച്ചു. അവിടെ എന്തോ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അതുകൊണ്ട് അവർക്ക് ഇന്നും ടൈമില്ല എന്ന് പറഞ്ഞു. വേണ്ട നമുക്കിപ്പോൾ വേറെ. അങ്ങനെ ഞങ്ങൾ അഷ്ടമിച്ചിറങ്ങിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് വന്ന കേട്ടോ. ഇവിടെ ക്രിസ്മസ് ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു ഗൈസ്. വാവ് സൂപ്പർ സൂപ്പർ ഡ്യൂപ്പറാക്കി അവർ ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും പാറുവിൻ്റെയും പൂഞ്ചയുടെയും മുടി അളിയാൻ വളരുന്നതേ കൊണ്ട് അങ്ങ് വെട്ടിക്കളയും കേട്ടോ. എനിക്കാണെങ്കിൽ പിള്ളേരുടെ മുടി അങ്ങനെ വെട്ടുന്ന തീരെ ഇഷ്ടമല്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിച്ചു ഉണ്ടായിരുന്ന ടൈമിലാണ് കേട്ടോ പാറുവിൻ്റെ ഹെയർ കട്ട് ചെയ്തിരുന്നത്. അപ്പം ഞാൻ വിച്ചുവിനോട് പറഞ്ഞായിരുന്നു, കഴിഞ്ഞതിന് മുമ്പിലത്തെ പ്രാവശ്യം കേട്ടോ, വിച്ചു ഫ്രണ്ട് ഭാഗം മാത്രം വെട്ടിയിട്ട്. അപ്പോൾ വെട്ടിയിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അളിയൻ വീണ്ടും ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി കംപ്ലീറ്റ് ഒരു ചേട്ടൻ്റെ അടുത്താട്ടോ കൊണ്ടുവന്നത്. കംപ്ലീറ്റ് പറ്റ അടിച്ചു വിട്ടു. അപ്പോൾ ഈ പ്രാവശ്യം പറ്റ മുട്ടത്തലയാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ. ആദ്യം വിചാരിച്ചത് ഞാൻ 3 പേരെയും കൂടെ കൊണ്ടുപോകാനാണ്. പിന്നെ 3-നെയും കൂടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ചേച്ചിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. ചാലിയുടെ മുടീനെ എന്തായാലും വളർത്താനായിട്ടാണ് കേട്ടോ തീരുമാനം. ചാലി എന്ന് വിളിച്ചതിന് ആരും കമൻറ്റ് ഇടണ്ട. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് ഇഷ്ടമുള്ള പേരുകളെ വിളിക്കാം. അവൾക്കത് ഇഷ്ടമാണ് പേഴ്സണലി. അപ്പോൾ അതുകൊണ്ടാണ് തത്തമ്മ ചേച്ചിയാണ് ചാലിന്ന് വിളിക്കുന്ന ആൾ കേട്ടോ. അപ്പോൾ അവൾ എന്നോട് അങ്ങനെ വിളിക്കും അമ്മേ എന്ന് ചോദിച്ചത് കൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. ഇനി അത് ചോദിച്ചാലും വരാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ജാനിക്കുട്ടിയുടെ മുടി അതേ പോണക്ക് തന്നെ ആ ഒരു എന്താ പറയുക ബേബി ശാലിനി കട്ടിങ് തന്നെ കേട്ടോ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ പേഴ്സണലി ഇഷ്ടം. അവളുടെ മുടി അങ്ങനെ ഇടുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് നിങ്ങൾക്കൊന്ന് മാറ്റി പിടിച്ചൂടെ എന്നുള്ളത്. പക്ഷെ നമ്മൾക്കതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പുള്ളിക്കാരത്തെ മാക്സിമം എൻജോയ് ചെയ്താണ് കേട്ടോ മുടി വെട്ടാൻ വേണ്ടി ഇരിക്കുന്നത്. പാറും പൂഞ്ച ആയാലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരെ രണ്ടിനെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് പൂഞ്ച കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂഞ്ചയുടെയും ഈ പ്രാവശ്യം ജാനിയുടെ കൂട്ട് തന്നെ കട്ട് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 3 എണ്ണത്തിൻ്റെ മുടി പട്ടാന്ന് വളരും കേട്ടോ, സ്പീഡിൽ വളരുവേ. ആൻറ്റി ഇന്ന് വീട്ടിലുള്ളതുകൊണ്ട് ആൻറ്റീനെ ചാക്കിയിട്ട് പുള്ളിക്കാരത്തി ഇന്ന് വീട്ടിലിരുന്ന കേട്ടോ. അങ്കമാടി പോയിട്ടില്ല കേട്ടോ. ആൻറ്റിയുടെ ഫ്രണ്ടിൽ പോകുന്ന ഒരു കരച്ചിൽ. ആൻറ്റി അവിടെ ഫ്ലാറ്റ്. അപ്പം ഞങ്ങൾ ആളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചാലി ഇന്ത്യ അങ്കമാടി പോകാണ്ടിരുന്നേ
ആൻറ്റി ഒരുക്കി സുന്ദരനാക്കി കുഞ്ഞുമാമയാക്കി കൺമശിപ്പൊട്ടൊക്കെ കുത്തി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നേക്കാട്ടെ. ഞങ്ങൾ ഫസ്റ്റ് വന്നേക്കുന്ന അളിയനെ ഡ്രസ്സ് എടുക്കാൻ കേട്ടോ. ബ്ലൂ കളർ അളിയന് ഡ്രസ്സ് എടുക്കണം. നമ്മൾ എടുത്തല്ലോ. അപ്പോൾ അച്ഛനും അളിയനും അച്ഛനുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് ബ്ലൂവാ, ബ്ലൂ. അളിയനുള്ള ഷർട്ട് കിട്ടിയില്ല കേട്ടോ. ഇവിടെ തുടക്കുന്നേ ഉള്ളൂ കേട്ടോ. രാവിലെ ഞങ്ങൾ വന്നതുകൊണ്ടേ. അപ്പോൾ നമ്മൾ പിള്ളേർക്കുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുഞ്ഞ് ക്രിസ്മസ് ഉപ്പന്മാരെ നോക്കി കായ്സ്. ഇതിപ്പോൾ ജാനിക്കുട്ടി കണ്ടാൽ ചോദിക്കോട്ടോ മേടിച്ചു തരുമെന്ന്. ജാനിക്കുട്ടിക്ക് ഉണ്ട്, കുഞ്ഞിലെ മേടിച്ചതാട്ടോ ഗായ്സ്. ആശാൻ എന്നെ കാണിച്ചു തരാം കേട്ടോ. അത് എടുത്തു തരാനായിട്ട്. കാണിക്കാറൊക്കെ മാത്രം വളർന്നോ. ചേച്ചി തന്നെ ഇവിടെ ലാച്ചയൊക്കെ നോക്കാം കേട്ടോ. ഇത് ലാച്ച കിടക്കുന്നു. അപ്പം ലാച്ചയ്ക്ക് 900 സംതിങ് കേട്ടോ. ഉടുപ്പിനൊക്കെ നോക്കുമ്പോൾ 800 സംതിങ് വരുന്നുണ്ട്. അപ്പം അത് സെയിം സാധനം തന്നെ. ഇവക്ക് 24 അങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇതേ നോക്കി അറിയാമല്ലോ. ഇവക്ക് കുഞ്ഞിത് മതിയായിരിക്കും. 22 മതി. ലാച്ചയിലാണ് ഇപ്പൊ നോക്കിയേക്കുന്നത് കേട്ടോ. ചാലി ഇത് നോക്കിയേ, നോക്കട്ടെ. സൂപ്പർ ഡ്യൂപ്പർ. അമ്മമാര് മാത്രം ഫ്രീ കത്തികളായിട്ട് വേണ്ട, ഞങ്ങളും കൂടെ ഫ്രീ കത്തികളാകട്ടെ. ആശാനെ ഇതിന്റെ ആവശ്യമുണ്ടോ ആശാനെ? അല്ല അതിനോട് ഇടിപ്പിച്ച് നോക്കാൻ പോവാ കേട്ടോ. തത്തമ്മ ചേച്ചിക്ക് അത് കണ്ടിട്ട് അത് മേടിക്കാണ്ട് ഒരു സമാധാനമല്ല. ഞാൻ പറഞ്ഞ കേട്ടോ, ജാനിക്കൊന്നും മേടിക്കണ്ട, നമുക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് മേടിക്കാന്ന്. സമ്മതിക്കില്ല കൈ. എന്തായാലും പിള്ളേരും കൂടെ ഫ്രീ കത്തികളാവട്ടെ എന്ന്. അല്ലെങ്കിൽ എൻ്റെ സുന്ദരൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ ദിവസമായിട്ട്. ആപ്പ് സാരി തയ്പ്പിച്ച് തരുമോ അമ്മയെന്ന്. സന്തോഷമാവും ഇത് കാണുമ്പോൾ. ഊരി നമ്മൾ കൈ പിടിക്കേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ വിഷയം. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് സ്റ്റെപ്പിനായിട്ട് കൊണ്ടുപോകേണ്ടി വരും. കറക്റ്റ് അളവാ അല്ലേ? നോക്കട്ടെടാ കുഞ്ഞ, ഫേസ് ഇങ്ങോട്ട് കാണിച്ചടാ. ആ കൊള്ളാട്ടോ, ശിന്തിട്ടുണ്ട്. നാളെ വന്നു പുള്ളി കത്തിക്കുന്ന ഷോളും കൂടെ. ചേച്ചി അതിന്റെ ഷോളൊന്നും ഇട്ട് ചേച്ചി. വെറുതെ ചുമ്മാ ഒന്ന് ഇതാക്കി. അങ്ങനെ ഇട്ടാ മതി. ഇപ്പൊ ഇട്ട ഉണക്കിട്ടാ മതി. ഇതാ ഭംഗി. മതിയോ? ഇഷ്ടായോ? സൂപ്പറാണോ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മറ്റു ഉടുപ്പൊക്കെ ഊരിച്ചിട്ട് ഇടിച്ചാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. ഞാൻ ലൈറ്റ് കളറിന്റെ ആളാട്ടോ. തപ്പി പിടിച്ചോണ്ട് വന്ന. പാറൂന് അതെടുക്കാം. പൂഞ്ചയ്ക്ക് റെഡ്, ജാനിക്ക് പിങ്ക്. പാക്ക് ചെയ്തു. ചാലി ഇഷ്ടായല്ലോ അല്ലേ? അത് പോണ്ടേ? ഇഷ്ടായോ? ഓക്കെ അല്ലേ? ഡീലല്ലേ? കേരളയിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ലബാമ്പയിലോട്ട് പോരും. ലബാമ്പ മോഡിയുടെ അവിടെ ആയിട്ട്. വണ്ടി ഇവിടെ തന്നെ ഇട്ടാ. ഞാൻ വണ്ടി കൊണ്ട് വരാം, നിങ്ങൾ അങ്ങോട്ട് പൊക്കോ. നെയ്യൻസിന്റെ അവിടെ അവിടെ എന്നാ അങ്ങോട്ടേക്ക് ഫസ്റ്റ് പോവാ. അവിടെ എല്ലാ കടയിലും കയറണം കേട്ടോ ഞങ്ങൾക്ക്. ആൻറ്റി ഇപ്പം ആലോചിക്കുന്നുണ്ടാവും, വേണ്ടായിരുന്നു. ആൻറ്റിയുടെ അടുത്ത് കുറേ കുഞ്ഞ് കയറിയിരിക്കുന്നവർക്ക് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. നിക്കുട്ടി, താനീ ഇതിനാണോ അങ്ങോട്ടേക്ക് വന്നത് കയറിയിരിക്കാൻ? ആ കട അടച്ചിട്ടേക്കുവാ. ആ കടയല്ലേ ഇത്? അടച്ചിട്ടേക്കുവാ. അങ്കമ്പാടി പോവാണ്ട് ആൻറ്റീനെ സോപ്പിട്ട് കുടുംബത്തിരുന്നതേ കിളി പോയി ഉണക്കിരിക്കുന്നു. ലാച്ചൂരൊക്കെ ഇന്ന് അമ്മയുടെ ഇത് കിട്ടി രണ്ടിനട്ടും കേട്ടോ. അത്തങ്കി അളിയാന് ഷർട്ട് നോക്കി ഞങ്ങൾ കുറേ കടകളിൽ കയറി കേട്ടോ. പക്ഷെ നമുക്ക് അവിടെ ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ട് മനസ്സിനാണെങ്കിൽ ഒരു ഷർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ലബാമ്പയിൽ വന്ന് കയറിയേക്കാണ് കേട്ടോ. ലബാമ്പയിൽ നിന്ന് അത്യാവശ്യം ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇവിടുന്ന് ഷർട്ട് കിട്ടി കേട്ടോ. അപ്പോൾ തത്തമ്മ ചേച്ചി അളിയാനുള്ള ഷർട്ട് ഞങ്ങൾ തപ്പി നമ്മുടെ കിളി പോയി കേട്ടോ. അവസാനം ചേരുന്നില്ലെങ്കിലും നമുക്ക് വേറൊരു പച്ച ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് മതിയോ തത്തമ്മ ചേച്ചി? ബാംബെയിൽ നിന്നും സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇത് ഇറങ്ങിയ കേട്ടോ. അടുത്ത എങ്ങോട്ടേക്കാ? ഓക്കെ,
ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അച്ഛന് ചെരുപ്പ് എടുക്കാനായിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും കൂടെ ഒരു ചെരുപ്പ് എടുത്തേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. നോക്കണം, എൻ്റെ സെക്ഷൻ ഞാൻ നോക്കിയിട്ടില്ല, അച്ഛൻ്റേത് നോക്കട്ടെ. അടുത്തത് ഞാൻ എൻ്റെ സെക്ഷനൊന്ന് ചെരുപ്പ് നോക്കാൻ വേണ്ടി ഇറങ്ങില്ല കേട്ടോ. കുറച്ച് ഹൈറ്റുള്ള ചെരുപ്പ് മേടിക്കണം കേട്ടോ. കാര്യം സാരിയൊക്കെ കൊടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈറ്റ് കുറവ് പോണക്ക് ഫീൽ ആവുമെന്ന് എനിക്കൊരു സംശയം. അപ്പം ഞാൻ ഇച്ചിരി ഹൈറ്റുള്ള ഇതിപ്പോൾ ആര് മേടിക്കാൻ വന്നാൾ സാലറി കിട്ടിയതിൻ്റെ കുന്തളിപ്പാട് കൈസ് ഇത്. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി, നല്ല രസമുണ്ട്. സൈസ് വലുത് വേണം, പക്ഷെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ട്. ചെരുപ്പ് കടയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതാ കേട്ടോ. അപ്പോഴാണ് അമ്മയ്ക്ക് മേടിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചത്. കുടുംബത്തുള്ള എല്ലാത്തിനും മേടിച്ചു കൈസ്. അമ്മയ്ക്കില്ലാണ്ട് പോയി അമ്മയ്ക്കൊരു വിഷമം വന്നല്ലോ. അപ്പോൾ ചേച്ചി കയറിയ പോകണക്ക് തന്നെ റിട്ടേൺ ഇറങ്ങിപ്പോയി. കാറും കൊണ്ട് വന്നാൽ മതിയായിരുന്നു. അതിലിപ്പോൾ വയ്ക്കാനായിട്ടൊരു ഗ്യാപ്പില്ല കൈസ്. എവിടെ കൊണ്ട് ഞാൻ വയ്ക്കും, തൽക്കാലം ഇത് തൂക്കിയിടാം അല്ലേ. നിനക്കുണ്ട് അവർക്ക് ചെരുപ്പ് വേണമെന്ന് നടക്കില്ല. നിനക്ക് പുതിയത് ഞാൻ കിട്ടിയൊന്നില്ല. അയ്യോ ഞങ്ങളോടുന്നേ. അതൊക്കെ ഇപ്പൊ കൂളാവും കേട്ടോ. 2 മിനിറ്റ് കേട്ടോ. നമുക്കടുത്ത് കമ്മലും മാല മേടിക്കാൻ പോവാം. ഇത് കൊള്ളരുത് ഉച്ചക്കത്തേന്ന് വിചാരിച്ച് പ്രതിജ്ഞ എടുത്ത് എണീറ്റ ഞാനാണ് കേട്ടോ. പക്ഷെ രാവിലെ തൊട്ടുള്ള വെയിൽ കൊള്ളാണ്. ഞാനും ജാനിക്കുട്ടിയും തത്തമ്മ ചേച്ചിയും കൂടെ കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ ആൾ ഭയങ്കര ഗ്ലൂമി ആയിട്ടിരുന്നത് കൊണ്ടാണ് ആളെ കൊണ്ടുപോയത്. ഇപ്പോൾ പോയത് കമ്മലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സാധനം മേടിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സാധനങ്ങൾ തന്നെ എത്ര രൂപ പൊട്ടി. ഇപ്പൊ ചിലപ്പോൾ അമ്മയ്ക്ക് അറ്റാക്ക് നല്ല പൈസ വേണം, അല്ലെങ്കിൽ നടപടി ഉണ്ടാവില്ല. ഫസ്റ്റ് അളിയൻ്റെ അടുത്ത് കാണിക്കാം അല്ലേ. അളിയൻ്റെ ഷർട്ട് കുറേ തപ്പി അവസാനം നമ്മൾ ആവശ്യതയായിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടിയതാട്ടെ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ കുഴപ്പമില്ല, ലുക്കായിരിക്കും ആളിട്ട് കഴിഞ്ഞാൽ കേട്ടോ. ഓട്ടോടെ ഷർട്ടേ, റിച്ച് ടീം. ഇത് വിച്ചു കാണുമ്പോഴത്തേക്ക് പറയും, ഓ ഇവരെന്നെ ഇത്ര വലുതായ അപ്പൊ അതേണ്ടേ ഇതാണ് അളിയൻ്റെത്. ആ കട തപ്പി ഞങ്ങൾ മടുത്തു. അമ്മയും കൂടെ അവിടെ ഇരിക്കും, 2 പേരും കൂടെ പൊട്ടിക്കും സാധനങ്ങള്. എത്ര രൂപയായിന്ന് മാത്രം ചോദിക്കല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ നേരം നിങ്ങൾക്കുള്ള സാധനത്തെ എന്റെ മൂക്കൊരു സാധനം നിങ്ങൾ തയ്ച്ചോട്ടാ ജാനിക്കോ? അതിന് ചേച്ചിക്ക് ഉറങ്ങണ്ടേ, അതുകൊണ്ട് ഞങ്ങളിങ്ങ് പോന്നു. കടലൊന്നും കയറില്ല. ഓ അതാ ഇവിടെ യുദ്ധമായിരുന്നു കോഴിക്ക് വേണ്ടി. പിള്ളേരുടെ ലാച്ച ഞാൻ ചോദിച്ചു അതാണ്. അത് ജാനിയുടെ പിങ്ക് കളറ്, പാർവതിയുടെ ലൈറ്റ് ഒരു പർപ്പിൾ കളറ്. ലാച്ചയാണമ്മ. ഞാൻ പറഞ്ഞതാട്ടോ, ഉള്ളതൊക്കെ ഇടിച്ചോണ്ട് പോയാൽ മതി, കല്യാണത്തിന് എടുക്കുന്നില്ല ചേച്ചി. അടിയില് നമുക്ക് മറ്റേ ഇച്ചിരി ഇറക്കമുള്ള കുഞ്ഞു നിക്കറിട്ട് കൊടുക്കാം, ടൈസ് വല്ല ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാവാട ഊരി വണ്ടി വെള്ളമുള്ള രീതിയിലായിരിക്കും. എക്സ്പീരിയൻസ്. ഞാൻ എല്ലാ മോഡൽ ഡ്രസ് ഞാൻ എന്ത് ചെയ്താ ഞാൻ മേടിക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല, പക്ഷെ ഇട്ടപ്പം കണ്ണതല്ലേ, ജാനിയുടെ കണ്ണതല്ലേ. കല്യാണത്തിനാണ് ഇച്ചിരി എടുപ്പായിരുന്നു. പാറൂന് അമ്മ നല്ല ജാനിക്ക് വെച്ചിട്ടാണ് നല്ല ഭംഗിയ പർപ്പിള്. ഇതെടുത്തത് ഞാനാ, പർപ്പിൾ ഞാൻ. ഇത് പാറൂന് എടുത്തത് അമ്മൂണ് കേട്ടോ. അമ്മൂന് പാറൂന് ഈ കളർ ഇടിക്കണം എന്ന് അമ്മൂന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ ഇത് ലൈറ്റ് ഷെയ്ഡ്. അവൾക്ക് നല്ല ഭംഗി ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും. കാരണം അവള് അല്ല നോർമലി കളർ കുറവായിരുന്നു, ആകെ ഈ 3-4 കളർ. മറ്റുള്ള സാധനങ്ങളാണെങ്കിൽ അതും കൂടെ തിന്നാ പിന്നെ ഞാൻ ഡാർക്ക് കളർ എടുത്തു, അവൾക്ക് ലൈറ്റ് കളർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ എന്തിട്ടാലും കുഴപ്പമില്ല. അടുത്ത നമ്മളെ ചെരുപ്പ് സെക്ഷനിലോട്ട് പോകാൻ കേട്ടോ. അമ്മയുടെ ചെരുപ്പ് അമ്മയുടെ ഇട്ട് നോക്കിട്ട് പറ്റില്ലെങ്കിൽ എനിക്ക് തരണം, ഞാൻ മാറിക്കൊണ്ട് വരാം കേട്ടോ. ഇട്ട് വയ്ക്കും, കുഴപ്പമില്ല. ഓ നല്ലതാമ. ഉഷാമയൊക്കെ ഇടുന്ന കൊടുക്ക്, ഉണ്ടക്കത്തെ ഉഷാമ ഇടുന്ന കൊടുക്കണം. ഉഷാമ ഇങ്ങനത്തെ ചെരുപ്പ് ഇടുള്ളൂ. ഹായ് ഭംഗിയുണ്ട്. 2 മിഞ്ചിയും കൂടെ സെറ്റ്.
ഒരു അമ്മേ അമ്മേ ഒരു സ്വർണ്ണക്കൊലുസിന്റെ കുറവുണ്ട്. നികത്തണം. മകനോട് അച്ഛനോട് പറയാ. അതാ ഞാൻ പറഞ്ഞ സിന്ധു അമ്മയ്ക്കുണ്ടല്ലോ. പിന്നെ തത്തമ്മ ചേച്ചിയുടെ ചെരുപ്പ്. എന്റെ ഒരു അമ്മയുടെ കണ്ണ് വന്നു. അതാ ഞാനും ചോദിച്ചു. ഞാൻ ചേച്ചിയുടെ സെലക്ഷൻ ഞാൻ ക്യാഷ്വലായിട്ടാണ് ചോദിച്ചത്. അത് ബ്രാൻഡ് ആട്ടോ, അതാരും ചോദിക്കരുത്. ഇതല്ല, ഇതാണോ അമ്മ ഉദ്ദേശിച്ച സാധനം? പക്ഷെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ സാധനങ്ങളും. പിന്നെ ഞങ്ങള് കുറച്ച് ലൊട്ടിലോടൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ലോക്കറിൽ പോയി എടുക്കണേലും ടാസ്ക് ആണ്. അമ്മയുടെ ഡവ്, അമ്മയ്ക്ക് ഇച്ചിരി ഡവ് വേണം നമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് തീർച്ചയായിട്ടും നമ്മളങ്ങനെയാണല്ലോ. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിടാറുണ്ട് കേട്ടോ. എന്റെയൊക്കെ ചേച്ചിട്ട് പോകാറുണ്ട്. ചേച്ചിയുടെ ചെറുതാ ഞാൻ ഇങ്ങനത്തെ എടുത്തു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ എനിക്ക് ഭംഗി ഇതാണ്. ഞാൻ ഇച്ചിരി ചെറുതാന്ന് തോന്നി. അമ്മയ്ക്ക് മാല ഞാൻ മേടിച്ചോണ്ട് വരാം കേട്ടോ. ഇത് പിള്ളേർക്ക് ജാനിക്ക് 2 വള, പാറുന് 2 വള, പൂജക്ക് 2 വള. വാളെ പിള്ളേരെ കൊണ്ട് പോവാവോ? അല്ല, സത്യം പറഞ്ഞാൽ നമ്മുടെ പായുവിന്റെ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ? പായുവിന്റെ ജാനിയുടെ 90-ന് ആരോ ഒരെണ്ണം ഉരുക്കൊണ്ട് പോയി. അതുകൊണ്ടായിട്ടോ എല്ലാ ലോക്കറി കൊണ്ട് വെച്ചേക്കുന്നത്. ജാനിക്കൊക്കെ ഗോൾഡുണ്ടല്ലോ. ജാനിക്ക് വളയൊന്നും ഞാൻ മേടിച്ചില്ല, ഉണ്ടല്ലോ. അപ്പൊ ചേച്ചി ചുമ്മാ അവളുമാർക്ക് മേടിച്ചു കൊടുത്തില് അവൾ കൂടെ മേടിച്ചു. ഓ ശരി ശരി. ജാനിയുടെ വള ഇടിക്കണ്ട, മാറ്റി ഇടിക്കാനാണ് പറയുന്നത്. ഇനി എനിക്ക് മാലയൊക്കെ മേടിക്കണം കേട്ടോ. ഞാൻ എന്തേലും ഇച്ചിരി മോഡലായിട്ടുള്ളൊരു മാലയൊക്കെ മേടിക്കാം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ലോക്കറിൽ പോകണ്ടെന്ന് വെച്ചാണ് ഞാൻ എനിക്ക് മാല എടുക്കാൻ. എന്തായാലും എനിക്ക് താൽമാല എടുക്കാൻ പോകണം. അങ്ങനെ ഞങ്ങൾ വേണ്ട കണ്ടു കഴിഞ്ഞു. ഉറങ്ങണ്ടേ കുട്ടാ? അതെ 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 അതെ. ഇത് കമ്പനി സാധനം, ബ്രാൻഡാ. ഇന്നെ തൊട്ടിച്ചിരി ബ്രാൻഡൊക്കെ ഇട്ടുകൊണ്ടേ നടക്കുന്നുള്ളൂ. ഇതെന്താ ഞാൻ മേടിച്ചോണ്ടേ? കാലിന് വേന വരത്തില്ല. ഇത് കാലിന് വേന വരത്തില്ല. ഞാനിത് മേടിച്ചിട്ട് സൂപ്പറായിരുന്നു. പക്ഷെ ഇത് വെള്ളത്തിൽ കൂടെ നനച്ചങ്ങനെ നടക്കാൻ പാടില്ല. അതുപോലെ കഴിക്കും നനയ്ക്ക്. ഇതെനിക്ക് വള്ളി ഉള്ളതുകൊണ്ട് ഇപ്പോഴും ഒരു ഡൗട്ടാണ്. ഇതെല്ലാം കൂടെ കണ്ടിട്ടല്ലേ ഞാൻ ചെരുപ്പിട്ട കൈ. ഇനി സാധനങ്ങൾ മേടിക്കാൻ നിൽക്കാം. പിള്ളേർക്ക് സ്ലൈഡ് സാധനങ്ങള് കുത്താനുള്ളത്. ഇപ്പൊ തന്നെ എത്ര പൊട്ടിച്ചു? 10,000. എനിക്കറിയാൻ പാടില്ല. ഗൂഗിൾ പേ നോക്കേണ്ടി വരും. ഗൂഗിൾ പേ നോക്കുമ്പോ അളിയനും ഞെട്ടും. ഏതായാലും വഴി പൊക്കോളാൻ കഴിഞ്ഞു. അവിടുന്ന് ഇതുവരെ പരിപാടി കഴിഞ്ഞിട്ടില്ല. മുല്ലപ്പൂവ്, കില്ലപ്പൂവ്, ക്ലിപ്പ്, ബുഷ്, ഇനി അതെല്ലാം മേടിക്കാൻ കിടക്കുന്ന കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ പോയി അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു പോകുന്നു കേട്ടോ. കുറേ അടുത്തൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. കാര്യം നല്ല തിരക്കായിരുന്നു. രാവിലെ തന്നെ ഇവിടെ കയറുന്ന ലേഡീസ് സെന്ററിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഒരു വേറെ കടകളിലൊന്നും കയറില്ല, ജ്യൂസ് കുടിക്കാൻ അങ്ങനത്തെ പരിപാടി ഒന്നും കയറിയില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്ക് ഉറങ്ങണമായിരുന്നു. അപ്പം അതുകൊണ്ട് അപ്പോൾ ഗൈസ് ജാനിക്കുട്ടി അകത്ത് അങ്കപ്പുറപ്പാട് നടത്തുന്നുണ്ട് കേട്ടോ. ഇന്ന് മര്യാദയ്ക്ക് അങ്കമാടി പൊക്കോളാം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ തത്തമിച്ചി ഇന്നമ്മയും കൂടെ പിടിച്ചിരുത്തിയതാണ് കേട്ടോ. ആശാൻ അതുകൊണ്ട് ഇച്ചിരി കൊഞ്ചിയൊക്കെ നിൽക്കണം, ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട്. ഇത് ഡവിൻ്റെ ക്രീമാട്ടോ, അവൾ കൊണ്ട് തേച്ച് വെച്ചാണേ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗൊക്കെ അത്യാവശ്യം കഴിഞ്ഞു, കുഴപ്പമില്ല. നമ്മളെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം മേടിച്ചു. പിന്നെ നമ്മുടെ വണ്ടി ഇടിച്ചു എന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് പറഞ്ഞപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഏത് വണ്ടിയാണ്, എന്ത് പറ്റിയതാണെന്നൊക്കെ കുറേ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡിയോ ആണ്. ഞാൻ ആ തമ്മിലിൽ ഫോട്ടോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിയോ ഇടിച്ച കാര്യം. അതെന്ന് വെച്ചാൽ നിർത്തിയിട്ടിരുന്ന വണ്ടിയാണ്, ഇങ്ങോട്ടേക്ക് വന്ന് ഇടിച്ചതാണ്. ആ ചേച്ചി റിവേഴ്സ് എടുത്തതാണ് കേട്ടോ. പക്ഷേ വണ്ടി ഇടിച്ചു, കുറച്ച് തെറിച്ചു പോയി, കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. പക്ഷെ അവർ സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്തു കേട്ടോ. ഇന്നലെ അവർ സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്തു. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 10 രൂപ പോലും മേടിക്കത്തുണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ നമ്മളൊരു ഇപ്പം ഞാനും വണ്ടി ഓടിക്കുന്ന ഒരാളാണ്, 2 വീലർ 4 വീലർ ഒക്കെ ഓടിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റും. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റിയാൽ നമുക്ക് പറ്റി, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ നമ്മളത് ഡീസൻ്റായിട്ട് ബിഹേവ് ചെയ്ത് എന്താണോ കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മളത് ചെയ്യാൻ. ഇപ്പം ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ തന്നെ എൻ്റെ വണ്ടി ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ മാഷ്
എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലാട്ടോ, വേറെ മാളെ തന്നെയുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ മാഷ് കാർ ബാക്കോട്ട് എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിക്ക് ഇടിച്ച്. അപ്പോഴും വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടേക്കും. ഞാൻ അന്ന് ഒരു വയ്യാത്ത അമ്മയ്ക്ക് നമ്മുടെ തൃപ്തി ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് ഞാൻ റോഡരികിലിരിക്കുന്ന ഒരു അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വണ്ടി സൈഡിൽ ഒതുക്കി വെച്ചിട്ട് ഞാൻ നടന്നു പോയതാണ്. തിരിച്ച് ഞാൻ ഫുഡ് കൊടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് വണ്ടി ഇടിച്ച് അപ്പുറത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം അന്ന് അബദ്ധം പറ്റി പുള്ളി ചാടി ഇറങ്ങി വന്ന് വണ്ടി എടുത്തു എന്നോട് സോറി മോളെ അത് അറിയാണ്ട് പറ്റിയാന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഫൈൻ, ഞാൻ സാറില്ല മാഷെ, കുഴപ്പമില്ല. ആർക്കും ഒരു അത്രയും വലിയ മാഷായിട്ട് പോലും പുള്ളിക്ക് അബദ്ധം പറ്റി. പക്ഷെ പുള്ളി അത് സോറിയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. പക്ഷേ ഇതിപ്പോൾ പറ്റിയെന്ന് വെച്ചാൽ അവർ അത്യാവശ്യം മോശമായിട്ടാണ് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തത്. അതെനിക്ക് തീരെ ഇഷ്ടമായില്ല. കാര്യം നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളതിന് സോറി ചോദിക്കും, അതൊരു ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം. പിന്നെ നമുക്ക് വണ്ടി ഇടിച്ച് കിടക്കുമ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കുക, ഞാൻ വലിച്ച് പൊക്കാൻ നോക്കുക. നമ്മുടെ ഇത് പറ്റി നമ്മളൊന്ന് കൂടെ വന്നാൽ ഒന്ന് പൊക്കി ഒന്ന് വെക്കാനായിട്ടുള്ള മനസ്സെങ്കിലും കാണിക്കണം. പക്ഷെ അവരങ്ങനൊന്നും കാണിച്ചില്ല. പിന്നെ അതിൽ ഇടിച്ച ആളല്ല, തൊട്ടടുത്തിരുന്ന ചേച്ചിയുടെ പ്രതികരണമൊക്കെ വളരെ മോശമായിട്ടായിരുന്നു എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തിരുന്നത്. അപ്പം ഞാനത് ഇന്നലെ അവർ സെറ്റിൽമെൻറ്റ് ചെയ്തപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഞാൻ 10 പൈസ മേടിക്കത്തുണ്ടായിരുന്നില്ല. കാര്യം നമ്മളും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്, വണ്ടി ആകുമ്പോൾ ഇടിക്കും, അതൊക്കെ നമുക്കറിയാം. പക്ഷേ വളരെ മോശം പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ സംസാരിച്ചത് എനിക്ക് തീരെ ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് പൈസ മേടിക്കുന്നതെന്ന് പറഞ്ഞു. അവർ പൈസ വന്നു. പക്ഷേ വലിയൊരു പൈസ ഒന്നും അല്ല കേട്ടോ നമ്മൾ മേടിച്ചത്. വലിയ പൈസയാണ് നമ്മളോട് മെക്കാനിക്ക് പറഞ്ഞത്. പക്ഷെ ഞാൻ വേണ്ട, ചെറിയ പൈസ, വളരെ ചെറിയ പൈസയാണ് മേടിച്ചത്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ വണ്ടിക്ക് പറ്റിയ കുഞ്ഞു കുഞ്ഞു പരിക്കുകൾ. വലിയ കുഞ്ഞു പരിക്കെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അത് ഈ സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊന്ന് സെറ്റാക്കണം. അതുകൊണ്ട് ഇത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് സെറ്റാക്കണം. ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നല്ല ശതമാനം പോറലേറ്റിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം നന്നായിട്ട് തന്നെ പോറിയിട്ടുണ്ട്. പിന്നെ അലറ ചിലർ അവിടെ ഇവിടെയൊക്കെ പോറിയിട്ടുണ്ട് കേട്ടോ. വണ്ടി അത്യാവശ്യം നിറങ്ങിയിട്ടുണ്ട്. ഇത് അവരുടെ കാറിൻ്റെ പെയിൻ്റൊക്കെയാണ്. ഇവിടെയാണ് കേട്ടോ വന്ന് ഇടിച്ചത്, കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. അവിടെയാണ് വന്ന് ഇടിച്ചത്. അപ്പം നേരെ വണ്ടി ബാക്കോട്ട് അങ്ങോട്ടേക്ക് മറിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ കൊണ്ടിട്ട് നോക്കിയപ്പം അച്ഛൻ ജസ്റ്റ് ഒന്ന് എടുത്തൊക്കെ നോക്കിയിട്ടോ, വണ്ടിക്ക് വേറെ കുഴപ്പക്കാരൻ. നമ്മൾ ഈയിടെ 15,000 രൂപ കൊടുത്ത് പണിതിറക്കിയ വണ്ടിയാണ്. അത്യാവശ്യം പെയിൻറ്റ് ചെറിയ ചെറിയ പോറിച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ചെളി പിടിച്ചിരിക്കുന്നത് വണ്ടി കഴുകാത്തതുകൊണ്ടാണ് കേട്ടോ ചെളിയായിട്ടിരിക്കുന്നത്, ചെളി പിടിച്ചിരിക്കുന്നത്. അല്ലാണ്ട് വേറെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. 10-11 വർഷമായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ പോറുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒടിയും കാര്യങ്ങൾ ഇതിന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനും കംപ്ലൈൻ്റ് ഉണ്ട്, ഈ ഒരു ഗ്ലാസ്സിനും. അതെല്ലാം ഒന്ന് മാറ്റം കൊണ്ടുചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ പരിക്ക്. ഇനി പിന്നെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറച്ച് നല്ല രീതിയിൽ സ്ക്രാച്ച് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയിൻറ്റ് പോയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെയൊക്കെ കണ്ടോ, ഈ സംഭവങ്ങളൊക്കെ അത്യാവശ്യം പെയിൻറ്റ് നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, അതാണ് നമ്മുടെ വണ്ടിക്ക് പറ്റിയ പരിക്കുകൾ. അവരൊന്ന് ഇറങ്ങി എടുത്ത് വയ്ക്കാൻ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാര്യം അവർ അത്യാവശ്യം മലയിലൊക്കെ അശൊക്കെ ഉള്ള ആൾക്കാരാണെന്നാണ് അവർ തന്നെ പറഞ്ഞത്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് പെട്ടെന്ന് തോന്നി, പാവപ്പെട്ടവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവരൊന്ന് വന്നിട്ട് അവർക്ക് പറ്റിപ്പോയി. പക്ഷെ അവർ ആ ഒരു രീതിയിൽ സംസാരിക്കും, ഒന്ന് പൊക്കി വെക്കാണ്ടൊക്കെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ വലിച്ചു പൊക്കിയിട്ട് അവസാനം ഞാൻ എടുത്തുന്നൊരു അപ്പാപ്പനോട് ഞാൻ ചോദിച്ചാൽ ഒന്ന് പിടിക്കുവട്ടാന്ന് വെച്ചിട്ട് റിലേ അപ്പോഴത്തേക്ക് തെറ്റി. കാര്യം ആ ഒരു മാനസികാവസ്ഥയായിരുന്നു. അപ്പോൾ വണ്ടിയാകുമ്പോൾ തട്ടും എനിക്കറിയാം, പക്ഷേ സ്വാഭാവികമാണ്, വണ്ടികളിരിക്കും. പക്ഷെ അതൊന്ന് നമ്മൾ തെറ്റ് പറ്റിയാൽ അത് നമ്മളൊന്ന് അംഗീകരിച്ച് ബിഹേവ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഞാനും ഒരു ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. എൻ്റെ കയ്യിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കി അത് നമ്മൾ തിരുത്താൻ റെഡിയാണ്. എന്തായാലും ആ ചേട്ടന്മാർ ഡീസൻ്റായിട്ടാണ് ഇന്നലെയൊക്കെ സംസാരിച്ചത്, കുഴപ്പമുണ്ടായിരുന്നില്ല. അവർ ചേട്ടന്മാർ തന്നെ അവരുടെ ഹസ്ബൻഡുമാരാണെന്ന് തോന്നുന്നുണ്ട്. അവർ തന്നെ ഡീൽ ചെയ്ത് സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി പണിക്ക് കയറ്റാൻ വേണ്ടി പോവാണ്. പിന്നെ എനിക്ക് കൊറിയർ കുറച്ചും കൂടെ വിടാണ്ട്, ഒരു 10 ബോട്ടിലും കൂടെ ഓഫറിൻ്റെ ബോട്ടിൽസ് ഇരിപ്പുണ്ട്, അതും കൂടെ വിടാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കല്യാണ ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, എൻഗേജ്മെൻറ്റ് ഷോപ്പിംഗ് കേട്ടോ. കുറച്ച് സാധനം കൂടി ഇനി മേടിക്കാനുള്ള അല്ലറ ചില്ലറ ചേച്ചിക്ക് ഉറങ്ങേണ്ടോണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ റിട്ടേൺ പോകുന്നത്. പിന്നെ അത് നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗായ്സ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയർ കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ബെല്ലൈക്കനും അടിച്ച് പൊട്ടിച്ചേക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ.